ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടാരറ്റ് എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രഷ് റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ക്രഷ് ഉണ്ടെങ്കിൽ അവര് നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ആ ഒരു റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ആൻഡ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ ഈ ഒരു തമ്പനിൽ കണ്ട് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഈ ക്രഷ് ഫീലിംഗ് നിങ്ങളെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. സോ വീഡിയോ മുഴുവനായിട്ട് കാണും. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ക്രഷിന്റെ എനർജി എന്താണ് എന്ന് നോക്കാം. ആൻഡ് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ക്രഷ് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങളോട് ക്രഷ് ഉള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ക്രഷ് ഇല്ലാത്തവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ മൂവ് ഓൺ ആകാം. ഓക്കെ, എനർജി ചെക്ക്, ക്രഷ് എനർജി, ക്രഷ് കറന്റ് എനർജി. ഒരു കാർഡ് താഴെ വീണിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദ സൺ. അപ്പോ നിങ്ങളുടെ ക്രഷ് നിങ്ങളെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടല്ലോ, ആദ്യം വീണ കാർഡ് എന്ന് പറയുന്നത് സൺ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ക്രഷ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും അടുത്തും ക്രഷ് ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള അഭിപ്രായം വളരെ പോസിറ്റീവ് ആണ്. ഓക്കെ, നിങ്ങൾ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള, വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടേതായിട്ടുള്ള ഓറ ഭയങ്കര നല്ലതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾ നല്ലത് ചെയ്യുന്ന നല്ല മനുഷ്യരാണ്, നല്ല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും ജസ്റ്റിസോടുകൂടി, സൂര്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജസ്റ്റിസ്, ഹയർ അതോറിറ്റി എന്നൊക്കെയാണ്. അപ്പൊ ജസ്റ്റിസോടുകൂടി കാര്യങ്ങൾ നീക്കുകയും അനീതിക്കെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ്, അതായത് ഒരു ഗുഡ് ക്യാരക്ടർ ഉള്ള വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ ക്രഷ് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, 3 ഓഫ് പെന്റിക്കിൾസ്. ആൻഡ് നിങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനെയും പൊട്ടിച്ച് കളയുന്ന, മുറിച്ച് കളയുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾ എന്ന് പറയുന്ന എല്ലാത്തിനെയും യോജിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകുന്ന, ഇപ്പൊ ഫാമിലി ആണെങ്കിലും അത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ അവരുമായിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചാൽ അവരുടെ വീട്ടിലുള്ള വ്യക്തികളെയും നിങ്ങൾ അവരെ പോലെ തന്നെ കൺസിഡർ ചെയ്യും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ്, നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ ക്രഷിന്റെ തോട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് നിങ്ങളെന്ന് അവര് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈൻഡ് ഓഫ് ഒരു ഫാമിലി കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു കണക്ഷൻ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് അതായത് അവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അറ്റൻഷൻ കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ഒന്ന് അവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഒരു മദർലി ടച്ച് അവർക്ക് കിട്ടി, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോ അവരെ കെയർ ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊരു തോട്ട് അവരുടെ മനസ്സിലേക്ക് വളരുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ജീവിതത്തിലുള്ള മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ പേഴ്സൺ വളരെയധികം പാഷനറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണിൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ കുറച്ച് സെൽഫ് റെസ്പെക്ട് ഒക്കെ കൂടുതലുള്ള ആളായതുകൊണ്ട് മൈൻഡ് ചെയ്യാതിരിക്കും. പക്ഷെ നിങ്ങൾ വേറൊരാളുടെ അടുത്ത് പോകുമ്പോഴും അവർക്ക് അറ്റൻഷൻ കൊടുക്കുമ്പോഴും ഈ പേഴ്സൺ വളരെയധികം ഇൻസെക്യൂർ ആകും. അതായത് ഈ കാണുന്ന ഈ ഒരു ഫയർ എനർജിയൊക്കെ കെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഇൻസെക്യൂർ ആണ് എന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് നിങ്ങൾ അവരിൽ അറ്റൻഷൻ കൊടുത്താൽ അവർക്ക് അവർ ഭയങ്കര ഫെയിമുള്ള, ഭയങ്കര പ്രശസ്തിയായ ഒരാളാണെന്ന ഒരു ഫീലിംഗ് അവർക്ക് വരും. പക്ഷെ നിങ്ങൾ വേറെ ആർക്കെങ്കിലും അറ്റൻഷൻ കൊടുത്താൽ അവരുടെ ആ ഒരു ഫയർ അണഞ്ഞു പോകുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ, 2 കാർഡ്സ് വീണിട്ടുണ്ട്. ദ വീൽ. ഓക്കെ, ക്യൂൻ ഓഫ് വാൻഡ്സ്. അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ ഉണ്ട്, ആ ഒരു വീല് കറങ്ങി കറങ്ങി വന്നതാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതായത് അവരുടെ പോസിറ്റീവ് കർമാസ് കാരണമാണ് അവർക്ക് നിങ്ങളെ ലഭിച്ചത്, അല്ലെങ്കിൽ
നിങ്ങളുമായി കണ്ടുമുട്ടാൻ അവർക്ക് സാധിച്ചത് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഒത്തിരി ഫയർ എനർജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ മേ ബി ഫിസിക്കലിയും അവര്, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലി കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അല്ലെങ്കിൽ ദ വേ യു ഡ്രസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലൈറ്റ് മേക്കപ്പ്, അല്ലെങ്കിൽ ശാരീരിക സൗന്ദര്യം, അതാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന അക്സസറീസ്, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, പക്ഷേ എയർ കൈൻഡ് ഓഫ് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഇവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ. ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അമിതമായി നിങ്ങളുടെ കൂടെ നടക്കുന്നത്. അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻസിനേക്കാൾ കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻസിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ വന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കോ വർക്കർ, നിങ്ങളുടെ ഓഫീസിലുള്ള ആളായിരിക്കും ക്രഷ്, മേ ബി നിങ്ങളുടെ നൈബർ ആയിരിക്കാം ക്രഷ്, അല്ലെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും. ഇല്ലെങ്കിൽ മെയിൻലി എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അല്ലെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തിടുന്നോ അതൊക്കെ ഈ പേഴ്സൺ കാണുന്നുണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരിക്കും. സോഷ്യൽ മീഡിയയിൽ പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരാൾക്ക് വേണ്ടി ഇടുന്നു, അയാളത് കാണുന്നു, റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അയാളത് കാണുന്നില്ല, മറ്റാരൊക്കെയൊക്കെയോ അത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാകുന്നുണ്ട്, വേറെ ആരൊക്കെയൊക്കെയോ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഷെയർ ഇറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഐ ലവ് ഇറ്റ്, ഓ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന രീതിയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സൺ മാത്രം അപ്രോച്ച് ചെയ്യുന്നില്ല. ആ ഒരു വിഷമം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം. പക്ഷെ ഈ പേഴ്സൺ അത് കാണുന്നുണ്ട്, അതിനു വേണ്ടിയുള്ള ഉത്തരം അപ്പൊ തന്നെ പറയുന്നുണ്ട്, പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നതേ ഉള്ളൂ. ആൻഡ് കുറച്ചൊക്കെ ആൾക്കാര് സോഷ്യൽ മീഡിയയിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഇവര് കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് 6 of Pentacles, യെസ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്, അഡ്ജസ്റ്റ്മെന്റുകൾ, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരിക്കും. നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ക്രഷ് അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വളരെയധികം ഉപയോഗിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, okay, 10 of Swords, 9 of Cups. എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാല് 9 of Wands. ഓക്കെ, അപ്പൊ എനിക്ക് അതിനകത്ത് ഈ ഒരു ഫർദർ മോർ കാർഡ് 6 of Pentaclesഉം 10 of Swordsഉം 9 of Cupsഉം കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്ന അവർ നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഈ ക്രഷ് ആയിട്ടുള്ള വ്യക്തി നിങ്ങൾക്ക് ഫ്ലേർട്ട് ചെയ്യാൻ ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ടും എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റിന് അവര് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അവർ എടുത്തു വെക്കാത്തതിന്റെ റീസൺ അവരുടെ ജീവിതത്തിന്റെ ചാപ്റ്റർ ആണ്. കണ്ടോ, 10 of Swords, ടോട്ടലി ബിട്രൈഡ് ആയിട്ടുള്ള ഒരു പാസ്റ്റ്, അല്ലെങ്കിൽ ഒരിക്കലും ഇനി എനിക്ക് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന ഒരു അവസ്ഥ അവര് വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഓക്കെ, അവർ ഈ ബാലൻസ് ചെയ്ത് പോകുന്നതല്ല, നമ്മളെ അപ്രോച്ച് ചെയ്യാനോ, അല്ലെങ്കിൽ ശരിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാവും, ബിക്കോസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഇതിനകത്തുണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മൾ വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു 10 of Swords ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്, ആ ഒരു കർമ്മ ബാഗേജസ് കിടക്കുന്നത് കൊണ്ട് ഈ ഒരു 6 of Pentacles രീതിയിൽ എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവര് ഫ്ലേർട്ട് ചെയ്ത് പോകാം. ഫ്ലേർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇതൊരു ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റും അല്ല, എന്നാൽ ഫ്രണ്ട്ഷിപ്പിന് മുകളിലുമാണ്. ആ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആൻഡ് നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് വന്ന് ഇഷ്ടമാണ് എന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇവർ ആറ്റിറ്റ്യൂഡ് ഇടുന്നു, അവർ ഭയങ്കര പ്രൊഫഷണലിസ്റ്റ് ആകുന്നു. ജോലിയുടെ കാര്യമാണ് ഞാനിപ്പോ നോക്കുന്നത്, സാമ്പത്തികമായിട്ടാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല, അല്ലെങ്കിൽ നീ എന്റെ അനിയത്തിയാണ്, അല്ലെങ്കിൽ നീ എന്റെ അനിയനാണ്, അല്ലെങ്കിൽ നീ എന്റെ ചേട്ടനാണ്, യു ആർ ലൈക്ക് എ ബ്രദർ, യു ആർ ലൈക്ക് എ സിസ്റ്റർ, അങ്ങനത്തെ രീതിയിൽ സംസാരിച്ച് ഒഴിഞ്ഞു മാറുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, സ്ട്രെങ്ത്, ദാറ്റ് മീൻസ് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു 6th സെൻസ് ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ചില ആൾക്കാർ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നു, ചില ആൾക്കാർ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മളെ ആരൊക്കെയാണോ ചീറ്റ് ചെയ്യുന്നത് അവർ നമ്മുടെ അടുത്ത് വന്നാല് നമുക്ക് മനസ്സിലാവില്ലേ? അതുപോലെ തന്നെ നമ്മളെ ആരൊക്കെയാണ് അമിതമായി ഇഷ്ടപ്പെടുന്നത്
അവര് നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് മനസ്സിലാവില്ലേ? അതുപോലെ തന്നെ ഈ പേഴ്സന്റെ സിക്സ്ത് സെൻസും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ഇമോഷൻ ഉണ്ടെന്ന് അവർക്ക് നന്നായി അറിയാം. പക്ഷെ പലപ്പോഴും അവരുടെ ഇമോഷൻ നമ്മളുടെ അടുത്ത് കാണിക്കാണ്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു പ്ലേഫുൾ ആക്കുന്ന ഒരു എനർജിയിൽ നിർത്താനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് അങ്ങോട്ട് സീരിയസ് എനർജിയിലേക്ക് പോകാൻ ഇവർ സമ്മതിക്കുന്നില്ല. ഇവരുടെ സെൽഫ് റെസ്പെക്ട് അതിന് അനുവദിക്കുന്നില്ല എന്ന് ഇതിനകത്ത് കാണിക്കുന്നു. പിന്നെ ഈ ഒരു സ്ട്രെങ്ത് കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങളെന്ന് പറയുന്നത് മെച്യൂർ ആണ്, അതുപോലെ തന്നെ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തന്നാല് അത് നിങ്ങൾക്ക് വളരെ കെയർഫുൾ ആയിട്ട്, വളരെ മെച്യൂർ ആയിട്ട്, വളരെ നീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഇവർ വിശ്വസിക്കുന്നു. അതുകൂടാണ്ട് ഈ സ്ട്രെങ്ത് കാർഡിൽ നിന്ന് തന്നെ പറയാം, നിങ്ങൾക്ക് 2 ഫേസ് ഉള്ളതായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത് പോസിറ്റീവ് ആയിട്ടിരുന്നാൽ നിങ്ങൾ പോസിറ്റീവ് ആണ്, പക്ഷെ നിങ്ങളുടെ അടുത്ത് നെഗറ്റീവ്, അതായത് ഇടയാൻ വന്നാൽ നിങ്ങൾ നശിപ്പിച്ചു കളയും എന്ന ഒരു കൈൻഡ് ഓഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തില് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു ആട്ടിൻകുട്ടിയാണ്. അതായത് ആ കൈൻഡ് ഓഫ് ഫിയർ ആ പേഴ്സന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ അടുത്തേക്ക് അപ്രോച്ച് ആകുന്നില്ല. ആൻഡ് പലപ്പോഴും ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ആയാൽ ഒറിജിനലി ആ പേഴ്സൺ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ആ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ പേഴ്സന്റെ കൺസെപ്റ്റില് നിങ്ങൾ ലിയോ എനർജിയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫൈറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നു എന്നാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് അങ്ങനെ, നിങ്ങൾ ഫൈറ്റിംഗ് എനർജിയിലായിരിക്കില്ല നിൽക്കുന്നത്, പക്ഷെ ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. യെസ്, നിങ്ങൾ ആ പേഴ്സന്റെ ജീവിതത്തിൽ വന്നാൽ ആ പേഴ്സൺ പല കാര്യങ്ങളും അച്ചീവ് ആകും, ഹാപ്പി ആകും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആണെന്ന് ആ പേഴ്സൺ തീർച്ചയായിട്ടും വിചാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ചേസ് ചെയ്യാൻ ആ പേഴ്സന്റെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, സെൽഫ് റെസ്പെക്ട് അനുവദിക്കുന്നില്ല. എന്താണെന്നറിയില്ല, കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കൂ, നിങ്ങളുടെ പാർട്ട്ണറിന്റെ സൈഡിൽ നിന്ന് എംപറർ എനർജിയും കിങ് ഓഫ് വാൻഡ്സ് എനർജിയും പലപ്പോഴും വരുന്നുണ്ട്. സെയിം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആക്യുറസി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു റീഡിങ്ങിൽ. കാരണം ഈ നമ്മളിപ്പോ എടുക്കുന്ന റീസണിലായിട്ടുള്ള എല്ലാ വീഡിയോസിലും വരുന്ന കാർഡാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ദ എംപററും കിങ് ഓഫ് വാൻഡ്സ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ എന്നത് കുറച്ച് സെൽഫിഷ് ആണ്, കുറച്ച് അഹങ്കാരം, കുറച്ചൊരു സുപ്പീരിയർ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രോൾഡ് നേച്ചറിലേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യാം. കാരണം ഞാൻ പറയുന്നത് നിങ്ങളത് കേൾക്കൂ എന്ന എനർജി ഈ പേഴ്സൺ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, യെസ്, എല്ലാത്തിനും ഈ പേഴ്സൺ മനഃപൂർവ്വം ബൗണ്ടറി ഇടുകയാണ്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്നും ആൻഡ് ഈ പേഴ്സന്റെ സിക്സ്ത് സെൻസിലൂടെ നിങ്ങൾ അവർക്ക് ആരാണെന്നും എന്താണെന്നും ഒക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഏത് വഴി പോകണം, എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ശ്രമിക്കാൻ തീരെ തയ്യാറില്ല. പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഒരു ഹാബിറ്റ് പോലെ ആയിരിക്കണം. അതായത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ അവരുടെ ഫോണിൽ വരുന്നത് അവർക്ക് ഇഷ്ടമാണ്. അവർ സത്യത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് എവിടേക്കോ നിങ്ങൾ. അതുപോലെ തന്നെ പലപ്പോഴും അവർ ലോൺലി ആയി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്കിവിടെ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ഒരു കൈൻഡ് ഓഫ് മൂൺ എനർജിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് പലപ്പോഴും ഈ പേഴ്സന്റെ ഇമോഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു പേഴ്സണെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് തന്നെയായിരിക്കും ഈ പേഴ്സന്റെ ഇമോഷൻ. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ മിറർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് വല്ലാണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മൂൺ എനർജി ഞാൻ വരുന്ന കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. മൂൺ എനർജി ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ഫുൾ മൂൺ ആയിരുന്നു. അപ്പോൾ മൂൺ എനർജി ഭയങ്കരമായിട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ഫുൾ മൂണിന് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കൊണ്ടുതരാൻ സാധിക്കും. സോ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. മൂൺ എനർജി നിങ്ങൾക്ക് ഭയങ്കരമാണ് കേട്ടോ. സോ നിങ്ങളുടെ നമ്പർ 2 ആണ്, അല്ലെങ്കിൽ മൂണിനെ നിങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മേ ബി ഇറ്റ്സ് എ മെസ്സേജ് ഫോർ മൂൺ സ്റ്റോൺ ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കും. അതുപോലെ തന്നെ റോസ് ക്വാർട്സ് എന്ന് പറയുന്നത് സണ്ണിന്റെ സ്റ്റോൺ അല്ല, മൂൺ എനർജിയിലാണ് നമുക്ക് നല്ല രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ റോസ് ക്വാർട്സ് സ്റ്റോൺ കൈവശമുള്ളവർക്കും ഇതൊരു മെസ്സേജ് ആയിരിക്കും. ഓക്കെ,
ഓക്കെ, ഇനി എന്തെങ്കിലും ഫർദർ മോർ ഗൈഡൻസ്? യെസ്, ഇവർക്ക് പലപ്പോഴും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു ഫീലിങ്സിന്റെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി ഇതിനകത്ത് തീരെ കാണുന്നില്ല. ബിക്കോസ് അവർ പേടിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ആൻഡ് മിററിങ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു 8 ഓഫ് കപ്സ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ വിട്ടുപോയ പാസ്റ്റിനെ വിട്ടിട്ടില്ല. സ്റ്റിൽ there is. ആൻഡ് ഈ ഒരു പേഴ്സണ് വേണ്ടത് അവരുടെ ജീവിതത്തെ കൂട്ടിയോജിപ്പിക്കുന്ന, പൊട്ടിച്ചിതറിച്ച് കളയാണ്ട് കൂട്ടിയോജിപ്പിക്കുന്ന ലോയൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണറെയാണ്. അപ്പൊ ആ ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ്ങിലാണ് നിങ്ങളുടെ ക്രഷ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോ ഈ ഒരു 6 ഓഫ് കപ്സ് എനർജിയിൽ നിങ്ങളെ ആ പേഴ്സണെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു കണക്ഷന് തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാവും. കാരണം ആ പേഴ്സണ് വേണ്ടത് ലോയൽ ആയിട്ടുള്ള, തന്റെ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കേൾക്കുന്ന, എത്ര തന്നെ ഉപദ്രവിച്ചാലും തന്റെ കൂടെ തന്നെ നിൽക്കുന്ന കൈൻഡ് ഓഫ് ഒരു വ്യക്തിയാണ് വേണ്ടത്. അപ്പൊ അത് നിങ്ങൾ ആകണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് ആകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ക്രഷിൽ നിന്ന് ഒരു പ്രൊമോഷൻ മേടിക്കാൻ സാധിക്കുമെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശരിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.